ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 156 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 143 മുതൽ 146 വരെ, 2 കൊരിന്ത്യർ 7-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, യഹോവ ന്യായം പാലിച്ചു കൊടുക്കുന്നത് ആർക്ക്? ഉത്തരം പീഡിതന്മാർക്ക്. സങ്കീർത്തനങ്ങൾ 146-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യഹോവയുടെ എന്താണ് അഗോചരം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മഹിമ. സങ്കീർത്തനങ്ങൾ 145-ന്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദോഷകരമായ വാളിങ്കൽ നിന്ന് രക്ഷിച്ചത് ആരെ? ഉത്തരം യഹോവയുടെ ദാസനായ ദാവീദിനെ. സങ്കീർത്തനങ്ങൾ 144-ന്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കൊരിന്ത്യയിലുള്ളവർ നിമിത്തം ആരുടെ മനസ്സിനാണ് തണുപ്പ് വന്നത്? ഉത്തരം തീത്തോസിന്റെ. 2 കൊരിന്ത്യർ 7-ന്റെ 13-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു വാക്യത്തിൽ ഒരു വാക്ക് 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, ഇതൊരു ചോദ്യമാണ്, എങ്കിൽ പദം ഏത്? ഉത്തരം എത്ര എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 7-ന്റെ 11-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോ അടുത്ത പോർഷൻസ് പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. സങ്കീർത്തനങ്ങൾ 147 മുതൽ 150 വരെ, 2 കൊരിന്ത്യർ 8-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് നല്ലോണം പഠിച്ച് ഇരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ. ടേക്ക് കെയർ.